ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മാജിക്കൽ നൈറ്റ് ടൈം മോയ്സ്ചറൈസർ ആണ്. ഇപ്പോൾ സാധാരണ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് മാറ്റി സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. ഇത് സ്കിന്നിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് മാറാനായിട്ട് വളരെയധികം നല്ലതാണ്. പിമ്പിൾസ് മാറാനും പിമ്പിൾസ് വരാതിരിക്കാനും ഓക്കെ. അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാനായിട്ട് ഇത് സൂപ്പർ സംഭവമാണ്. അതുപോലെ ഏത് പഴകിയ പാടുകളായിക്കോട്ടെ എല്ലാം റിമൂവ് ചെയ്തിട്ട് സ്കിന്നിനെ നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ ഗ്ലോ കൊടുക്കാനും സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ മാറാനും സ്കിൻ ലൈറ്റനിങ്ങിനും സഹായിക്കുന്ന ഒരു മാജിക്കൽ മോയ്സ്ചറൈസറാണിത്. അപ്പോൾ ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും സ്യൂട്ട് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങളാരും ഇതുപോലൊരു മോയ്സ്ചറൈസർ ഇതുവരെയും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് കുറച്ച് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും. ഫേസിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ തയ്യാറാക്കേണ്ടത്, ഇതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതെ, ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിന് മെയിൻ ആയിട്ട് വേണ്ടുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഫസ്റ്റ് അലോവേരയുടെ ഒരു ഫുൾ ലീഫ് നമുക്ക് വേണം. പിന്നെ വേണ്ടുന്നത് പേരയിലയാണ്. പേരയില ഒരു 10-15 പേരയില എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അലോവേരയുടെ ജെല്ല് എടുക്കുക. അപ്പോൾ ജെല്ല് കുറച്ച് കൂടുതൽ നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജെല്ല് ഇതുപോലെ എടുക്കുക. ഇനി പേരയില ഇതുപോലെ ആ ഇല മാത്രം ഇങ്ങനെ കീറിയെടുക്കുക. അതിൻ്റെ നടുഭാഗത്തെ ഒരു ഞരമ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ ഇല മാത്രം ഇതുപോലെ കീറിയെടുക്കുക. എന്നിട്ടൊരു മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഈ നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലേ അലോവേരയുടെ ജെല്ല്, ആ ജെല്ലും ഈ പേരയിലയും കൂടെ നല്ല പോലെ അരച്ചെടുക്കുക. ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്. ഈ അലോവേര വെച്ചിട്ടാണ് നമ്മളിത് നല്ലപോലെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് അലോവേര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ അരഞ്ഞു കിട്ടും. കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അരിച്ചെടുക്കണം. ഇപ്പോൾ ഒരു നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് ഫുള്ളായിട്ട് കിട്ടും. അപ്പം ഞാൻ ദേ ഒരു തുണിയിൽ ഈ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് എന്തുമാത്രം നല്ലതാണെന്ന് നിങ്ങൾക്ക് അറിയോ? അലോവേര നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനും ചുളിവുകൾ മാറാനും സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ ഗ്ലോ കൊടുക്കാനും സ്കിൻ ടൈറ്റനിങ്ങിനും ഒക്കെ വളരെയധികം നല്ലതാണ്. നല്ലൊരു ആന്റി ഏജിങ് ആണ് അലോവേര. അതുപോലെ തന്നെ പേരയില, ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് പേരയില. ഇത് എത്ര കാലം ചെന്ന പാടുകളോ ആയിക്കോട്ടെ, എത്ര വലിയ പാടുകളോ ആയിക്കോട്ടെ, അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് പേരയില. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് ഞാൻ ദേ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ലാക്മിയുടെ നെയിൽ റിമൂവറിൻ്റെ ബോട്ടിലല്ലേ, അതാണ് സംഭവം. ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഓയിൽ ചേർക്കാം. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഓയിലിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ അതിൻ്റെ ഒരു ബോട്ടിലൊക്കെ ഇട്ടിട്ട് അടച്ചു വയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കാം, ഏത് ടൈപ്പ് ബോട്ടിലേക്കും ആക്കാം. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു നിങ്ങളുടെ ഒരു സൗകര്യം അനുസരിച്ച് എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാം. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ ഷേക്ക് ചെയ്യുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം. ഇതൊരു ലിക്വിഡ് ടൈപ്പിലുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഈ ലിക്വിഡ് ടൈപ്പിലുള്ള ഒരു മോയ്സ്ചറൈസറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ സാധാരണ ഈ എന്താ പറയുക ക്രീം കൺസിസ്റ്റൻസിയിൽ ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസറിനേക്കായൊക്കെ ഏറ്റവും ഇഫക്റ്റീവാണ് ലിക്വിഡ് ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് കോട്ടൺ പാഡിലാക്കിയിട്ട് ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും. നമുക്കിങ്ങനെ ഫേസിലൊന്നും അപ്ലൈ ചെയ്തതായിട്ടുള്ളൊരു ഫീലേ ഉണ്ടാവില്ല. സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. ആൻഡ് ആ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിന് കിട്ടുകയും ചെയ്യും. ഓക്കെ, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു റെമഡിയാണിത്. പാടുകളൊക്കെ പെട്ടെന്ന് പോവും, സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും, സ്കിന്നിൻ്റെ ആ ഒരു കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആവും.
അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. രാവിലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നാലും ഒരു സ്പെഷ്യൽ നൈറ്റ് ക്രീമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ട്രൈ ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാം. രാവിലെ ആകുമ്പോൾ ഫേസ് ഒന്ന് കഴുകിയാൽ മതി. നിങ്ങൾക്ക് രാവിലെ ആകുമ്പോൾ ഫേസിലുണ്ടാകുന്നൊരു ചേഞ്ച് കാണാൻ പറ്റും. നല്ല ഗ്ലോ ഉണ്ടാവും ഫേസിന്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവും. പാടുകളൊക്കെ മാറിയിട്ട് നല്ല ക്ലിയർ ആവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഒരു 15 ഡേയ്സ് നിങ്ങൾ അടുപ്പിച്ച് യൂസ് ചെയ്ത് നോക്കൂ. അടിപൊളി ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.